2025-26 ആനുവൽ റിപ്പോർട്ട് 49-ാം വാർഷിക ആഘോഷ പരിപാടികൾ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കാൻ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് മുൻപിൽ പിന്നിട്ട വർഷങ്ങളിൽ ഈ സ്ഥാപനം കൈവരിച്ച സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ നേട്ടങ്ങളുടെയും നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളുടെയും ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഭിന്നശേഷിയുള്ള അനേകം കുരുന്നുകൾക്ക് കാരുണ്യത്തിന്റെ തൂവൽ സ്പർശവും സ്നേഹവാത്സല്യങ്ങളും നൽകി പരിശീലിപ്പിക്കുന്നതിലും പുനരധിവസിപ്പിക്കുന്നതിലും പോപ്പോൾ മേഴ്സി ഹോം നിസ്തുലമായ സേവനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നിട്ട വഴികളിലേക്ക് കണ്ണോടിക്കുമ്പോൾ വിസ്മയാവഹമായ വികാസ പരിണാമങ്ങൾ പോപ്പോൾ മേഴ്സി ഹോമിന്റെ ചരിത്രത്തിന് മിഴിവേകുന്നു. തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ 24 കുട്ടികളുമായി ആരംഭിച്ച ഈ സ്ഥാപനം ഇപ്പോൾ 250ഓളം വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനമായി ഉയർന്നിരിക്കുന്നു. വളരെ ചെറിയ തുടക്കത്തിൽ നിന്നും ഒരു വടവൃക്ഷമായി പടർന്ന് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഏറ്റവും നല്ല പരിശീലന കേന്ദ്രത്തിനുള്ള അവാർഡിന് അർഹമായി എന്നത് ഏറെ അഭിമാനത്തോടെ അനുസ്മരിക്കുന്നു. 2019 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റിസർച്ച് സെന്റർ ഇപ്പോൾ 100-ലധികം കുഞ്ഞുങ്ങൾക്ക് ശൈശവത്തിൽ തന്നെ വൈകല്യങ്ങൾ കണ്ടെത്തി ശാസ്ത്രീയമായ പരിശീലനവും സമയോചിതമായ ഇടപെടലും വിവിധ തരത്തിലുള്ള തെറാപ്പികളും നൽകി വരുന്നു. 2025 മാർച്ച് 25-ാം തീയതി പോപ്പോൾ മേഴ്സി ഹോം വിദ്യാർത്ഥികളുടെയും ടീച്ചർ ട്രെയിനീസിന്റെയും കലാകായിക മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. മാർച്ച് 29 ആനുവൽ PTA മീറ്റിംഗ് സംഘടിപ്പിക്കുകയും പാരന്റ്സിന് അവയർനെസ് ക്ലാസ് നൽകുകയും ചെയ്തു. 2025-26 അധ്യയന വർഷം ഉദ്ഘാടനം ജൂൺ 4-ന് പോപ്പോൾ മേഴ്സി ഹോമിൽ പ്രവേശനോത്സവം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ശ്രീ PN സുരേന്ദ്രൻ നിർവഹിച്ചു. വർണ്ണശബളമായ ബലൂണുകളും പൂക്കളും സെൽഫി കോർണറും ശിങ്കാരി മേളവുമെല്ലാം കോർത്തിണക്കിക്കൊണ്ട് കുട്ടികൾ പുതിയ അധ്യയന വർഷത്തെ ഏറെ സന്തോഷത്തോടെ എതിരേറ്റു. കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി അക്കാദമിക് സ്റ്റാഫ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ VV ഉണ്ണികൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു. ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സ്കൂൾ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടുകയും തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികളും കളറിംഗ് മത്സരവും നടത്തുകയും ചെയ്തു. ജൂൺ 12-ന് സ്കൂളിൽ പുതിയതായി ആരംഭിച്ച പെറ്റ് തെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. ലവ് ബേർഡ്സും മുയലുകളും കുട്ടികളുടെ കളിക്കൂട്ടുകാരായി. ജൂൺ 19-ന് അക്ഷരങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ കൈകളിലേന്തിയും സ്കിറ്റ് അവതരിപ്പിച്ചും വായനാ ദിനം ആഘോഷിച്ചു. ജൂൺ 28-ാം തീയതി അശ്വിനി ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ നടത്തിയ സ്പെഷ്യൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ പോപ്പോൾ മേഴ്സി ഹോം സെക്കൻഡ് റണ്ണറപ്പായി വിജയിച്ചു. ട്രോഫി ശ്രീ IM വിജയനിൽ നിന്നും ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ ഗോളടിച്ച ബെസ്റ്റ് സ്ട്രൈക്കർക്കുള്ള ട്രോഫി നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയായ അശ്വിൻ P കരസ്ഥമാക്കുകയും ചെയ്തു. ജൂലൈ 2-ാം തീയതി ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിക്കുകയും സ്കൂൾ വെഞ്ചിരിപ്പ് നടത്തുകയും ചെയ്തു. ജൂലൈ 13-ാം തീയതി തൃശൂർ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ ത്വക്കുരോഗ ക്യാമ്പ് പോപ്പോൾ മേഴ്സി ഹോമിൽ വെച്ച് നടത്തുകയുണ്ടായി. വടക്കാഞ്ചേരി നഗരസഭ മുണ്ടത്തിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ത്വക്ക് ചെസ്റ്റ് പരിശോധനാ ക്യാമ്പ് ആശാനിലയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. ജൂലൈ 18-ാം തീയതി വിശുദ്ധ മദർ തെരേസയുടെ പാദസ്പർശമേറ്റ പോപ്പോൾ മേഴ്സി ഹോമിൽ മദർ തെരേസ ഗ്രോട്ടോയുടെ ആശീർവാദം അഭിവന്യ മാർട്ടോണി നീലങ്കാവിൽ പിതാവ് നിർവഹിച്ചു. നവീകരിച്ച സ്കൂൾ ക്യാമ്പസിന്റെ ഉദ്ഘാടനം തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് IAS നിർവഹിച്ചു. തൃശൂർ ജില്ലയിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഹൃദയ ഫൗണ്ടേഷൻ പുരസ്കാരം പോപ്പോൾ മേഴ്സി ഹോമിനെ അബ്ദുസമദ് സമദാനി MP സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ ചടങ്ങിൽ ഹൃദയ ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കവയത്രി ശ്രീദേവി അമ്പലപുരം, മുനിസിപ്പൽ കൗൺസിലർ ശ്രീ മധു അമ്പലപുരം എന്നിവർ പങ്കെടുത്തു. ഓഗസ്റ്റ് 1-ാം തീയതി സ്പെഷ്യൽ ഒളിമ്പിക്സ് കേരളയുടെ ഫുട്ബോൾ സെലക്ഷൻ ക്യാമ്പ് പോപ്പോൾ മേഴ്സി ഹോമിൽ വെച്ച് നടത്തി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികളും പരിശീലകരും സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 9, 10 തീയതികളിലായി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ 7-ാം ക്ലാസ് 4-ാം ക്ലാസ് തുല്യത പരീക്ഷ പോപ്പോൾ മേഴ്സി ഹോമിൽ വെച്ച് നടത്തുകയുണ്ടായി. ഓഗസ്റ്റ് 12-ാം തീയതി തൃശൂർ ഗഡീസിന്റെ ഗാനമേള സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി. 78-ാം സ്വാതന്ത്ര്യപുലരിയെ നിറപ്പകിട്ടാർന്ന കലാപരിപാടികളോടെ മേഴ്സി ഹോമിലെ വിദ്യാർത്ഥികളും ടീച്ചേഴ്സും ടീച്ചർ ട്രെയിനീസും വരവേറ്റു.
ഓഗസ്റ്റ് 21, 22 തീയതികളിലായി തൃശൂർ കളക്ടറേറ്റിൽ ഭിന്നശേഷി കുട്ടികളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനവും പ്രദർശനവുമായ കൂടെ എന്ന പരിപാടിയിൽ നമ്മുടെ വൊക്കേഷണൽ യൂണിറ്റിൽ നിന്നും 40 ഐറ്റംസ് പ്രദർശിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പോപ്പോൾ മേഴ്സി ഹോം ഏബിൾ ഏഞ്ചൽസ് ടീം ശിങ്കാരി മേളം അവതരിപ്പിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന JSS തൃശൂരിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ കോൺവൊക്കേഷൻ സെറിമണി നടത്തി. JSS ഡയറക്ടർ ശ്രീമതി സുധാ സോളമൻ അധ്യക്ഷയായി. തൃശൂർ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ മെമന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ഓണപ്പൊലിമ 2025 എന്ന പേരിൽ 4 ദിവസങ്ങളിലായി സ്കൂളിലും ട്രെയിനിംഗ് കോളേജിലും ഓണാഘോഷം നടത്തി. പൂക്കള മത്സരവും ഓണക്കളികളും വടംവലി മത്സരവും ഓണാഘോഷ കലാപരിപാടികളും ഘോഷയാത്രയും ഓണസദ്യയും സ്റ്റാഫിന്റെ ഓണാഘോഷവും നടത്തി. ഓഗസ്റ്റ് 26 തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ഛ് സർവേക്ഷൺ സർവേയിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ അവാർഡിന് അർഹമായ പോപ്പോൾ മേഴ്സി ഹോമിനുള്ള ആദരം ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി MLA, പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ടിന് സമർപ്പിച്ചു. ആശാനിലയത്തിലെ നേന്ത്രവാഴ കൃഷി വിളവെടുപ്പ് കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് CR സന്തോഷ് നിർവഹിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ പ്രോഗ്രാമുകളും സേവനവാരവും നടത്തി. ഒഡീഷയിൽ വെച്ച് നടത്തിയ സ്പെഷ്യൽ ഒളിമ്പിക്സ് നാഷണൽ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ പോപ്പോൾ മേഴ്സി ഹോമിന്റെ താരങ്ങളായ ജോയ് ജെ, അലീന ജോണി എന്നിവരെ ഒക്ടോബർ 16 തീയതി വടക്കാഞ്ചേരി നഗരസഭ മെമന്റോ നൽകി ആദരിച്ചു. 18 തീയതി ജില്ലാ തലത്തിലുള്ള ടീച്ചേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ എല്ലാ സ്പെഷ്യൽ ടീച്ചേഴ്സും പങ്കെടുത്തു. ഒക്ടോബർ 24 തീയതി പോപ്പോൾ മേഴ്സി ഹോമിലെ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോളേജ് യൂണിയൻ ഉദ്ഘാടനം തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സനൽകുമാർ നിർവഹിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മന്ത്രി K രാജന്റെ പ്രത്യേക ക്ഷണപ്രകാരം ഇവിടത്തെ മക്കൾ ഒരു ദിവസം മുഴുവൻ മന്ത്രിയോടൊപ്പം ആടിയും പാടിയും ആസ്വദിച്ചും പാർക്കിൽ ചെലവഴിച്ചു. ഒക്ടോബർ 29 തീയതി പോപ്പോൾ മേഴ്സി ഹോമിൽ JSSന്റെ നേതൃത്വത്തിൽ സെൻട്രൽ ഗവൺമെന്റ് കോഴ്സായ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രോസസിംഗ് ആൻഡ് പ്രിസർവേഷൻ കോഴ്സിന്റെ ഉദ്ഘാടനം JSS തൃശൂർ ഡയറക്ടർ ശ്രീമതി സുധാ സോളമൻ നിർവഹിച്ചു. ഒക്ടോബർ 31 വത്തിക്കാനിലെ മാനവ വികസന കമ്മീഷന്റെ പ്രസിഡന്റായ കർദിനാൾ മിഖായേൽ സെർണി പോപ്പോൾ മേഴ്സി ഹോം സന്ദർശിച്ചു. 31 തീയതി ജപമാല മാസ സമാപനത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആഘോഷമായ ജപമാല റാലി നടത്തി. നവംബർ 5 തീയതി നടന്ന തൃശൂർ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ 50 സ്കൂളുകളിൽ നിന്നായി 400ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 88 പോയിന്റോടെ ഓവറോൾ കിരീടവും നിരവധി മത്സരങ്ങളിൽ ഫസ്റ്റ് പ്രൈസ് പോപ്പോൾ മേഴ്സി ഹോമിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. നവംബർ 6 ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ B.Ed, D.Ed വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സെറിമണി നടത്തി. കില ഡയറക്ടർ ജനറൽ ശ്രീ നിസാമുദ്ദീൻ IAS മുഖ്യ അതിഥിയായിരുന്നു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. നവംബർ 14 തീയതി ശിശുദിനം ആഘോഷിച്ചു. കുഞ്ഞു ചാച്ചാജിമാരെ അണിനിരത്തിക്കൊണ്ടും ബാൻഡോടുകൂടിയ വർണ്ണാഭമായ ശിശുദിന റാലിയും ഒപ്പം ടീച്ചേഴ്സിന്റെയും ടീച്ചർ ട്രെയിനീസിന്റെയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും ശിശുദിനം ആഘോഷിച്ചു. കൽക്കട്ടയിൽ വെച്ച് നടത്തിയ സ്പെഷ്യൽ ഒളിമ്പിക്സ് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പോപ്പോൾ മേഴ്സി ഹോം വിദ്യാർത്ഥിയായ അശ്വിൻ P സിൽവർ മെഡൽ നേടുകയും ബെസ്റ്റ് സ്ട്രൈക്കറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. നവംബർ 27 തീയതി മലപ്പുറത്ത് വെച്ച് നടത്തിയ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ 51 പോയിന്റ് നേടി പോപ്പോൾ മേഴ്സി ഹോം ഫസ്റ്റ് റണ്ണർ അപ്പ് ആവുകയും പങ്കെടുത്ത ഇനങ്ങളിൽ A ഗ്രേഡ് നേടുകയും ചെയ്തു. ഡിസംബർ 2 ദേവമാത ഇന്റർനാഷണൽ സ്കൂളിൽ സ്നേഹസംഗമത്തിൽ പോപ്പോൾ മേഴ്സി ഹോം ഓവറോൾ കിരീടം നേടി. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ തൃശൂർ ജില്ലയുടെ സ്വർണ്ണക്കപ്പ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്നും പോപ്പോൾ മേഴ്സി ഹോം വിദ്യാർത്ഥികളടക്കമുള്ള വിജയികൾ ഏറ്റുവാങ്ങി. ഡിസംബർ 3 ഇന്റർനാഷണൽ ഡിസബിലിറ്റി ഡേ ആഘോഷം മുണ്ടത്തിക്കോട് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ MF ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയും സംസ്ഥാന കലോത്സവത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു. ഡിസംബർ 3 തൃശൂരിൽ വെച്ച് നടത്തിയ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം ഉണർവ് 2025 എന്ന പരിപാടിയിൽ സംസ്ഥാന കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ സംഘനൃത്തം മേഴ്സി ഹോമിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ഡിസംബർ 4 പെയ്ഡ് തൃശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടത്തിയ ജില്ലാ മാതൃസംഗമത്തിലും കുട്ടികൾ ഗ്രൂപ്പ് ഡാൻസ് അവതരിപ്പിച്ചു.
ഡിസംബർ 9 പോപ്പോൾ മേഴ്സി ഹോമിലെ വിദ്യാർത്ഥികളുടെയും മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെയും ജന്മദിനം ആഘോഷിച്ചു. ഈ ചടങ്ങിൽ വടക്കാഞ്ചേരി ഫൊറോന വികാരി റവറൻ ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു. കില അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പീറ്റർ എം രാജ് മുഖ്യാതിഥിയായിരുന്നു. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ പോപ്പോൾ മേഴ്സി ഹോമിനെ സ്പോൺസർ ചെയ്ത ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം ആൻഡ്രൂസ് താഴത്ത് പിതാവ് നിർവഹിച്ചു. ഡിസംബർ 18 സെക്കൻഡ് ടേം ഇവാലുവേഷൻ വിദ്യാർത്ഥികൾക്ക് നടത്തി. ഡിസംബർ 19 പോപ്പോൾ മേഴ്സി ഹോമിലെ 50ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിച്ച ശിങ്കാരിമേളം ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡിന് അർഹമായി. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഇവരുടെ ഏകോപിതമായ താളവും കലാപ്രതിഭയും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. ഈ അപൂർവ കലാപ്രകടനമാണ് വേൾഡ് റെക്കോർഡിന് ഇടം നേടിയത്. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് ഒഫീഷ്യൽസായ പി പീറ്റർ, AK ജോസ് എന്നിവർ പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചു. മാർ ടോണി നീലങ്കാവിൽ പിതാവ്, വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി, വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പ്രദീപൻ K തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. ചടങ്ങിൽ മാതാപിതാക്കൾ, സിസ്റ്റേഴ്സ്, അധ്യാപകർ, ടീച്ചർ ട്രെയിനീസ്, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. KC ഫൗണ്ടേഷൻ പോപ്പോൾ മേഴ്സി ഹോമിന് നൽകിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് മാർ ടോണി നീലങ്കാവിൽ പിതാവ് നിർവഹിച്ചു. ഡിസംബർ 22 ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ടീച്ചേഴ്സിന്റെയും ട്രെയിനീസിന്റെയും കരോൾ ഗാന മത്സരവും ക്രിസ്മസ് ട്രീ ആൻഡ് ക്രിബ് ഡെക്കറേഷൻ മത്സരവും നടത്തി. അന്നേ ദിവസം വൈകിട്ട് അത്താണി പള്ളി അങ്കണത്തിൽ നിന്നും 300-ലധികം പാപ്പമാർ അണിനിരന്ന മെഗാ ക്രിസ്മസ് കരോൾ ബാൻഡുവാദ്യ അകമ്പടിയോടെ ആരംഭിച്ചു. ടീച്ചർ ട്രെയിനീസിന്റെ ഫ്ലാഷ് മോബ് കുട്ടികളിലും കാണികളിലും ആത്മീയതയുടെ പരിവേഷമണിയിച്ചു. 23 സ്റ്റാഫിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തി. ജനുവരി 5 പിണ്ടി അലങ്കാര മത്സരത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ജനുവരി 16 കുട്ടികളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യം വെച്ചുകൊണ്ട് 170ഓളം കുട്ടികളും അധ്യാപകരുമായി വളാഞ്ചേരി ഫ്ലോറ ഫാന്റസിയ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വിനോദയാത്ര പോയി. ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിലായി എറണാകുളം രാജഗിരി പബ്ലിക് സ്കൂളിൽ വെച്ച് ചിലമ്പൊലി സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പോപ്പോൾ മേഴ്സി ഹോമിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും തുടർച്ചയായി 2ാം തവണയും ഓവറോൾ കിരീടം കരസ്ഥമാക്കുകയും ചെയ്തു. ഫെബ്രുവരി 7 കിരണം ജില്ലാ കലോത്സവത്തിൽ തുടർച്ചയായി 4ാം തവണയും മേഴ്സി ഹോം മക്കൾ കൂടുതൽ പോയിന്റ് നേടി ജേതാക്കളായി. ഏബിൾ ഏഞ്ചൽസ് ടീം ഭിന്നശേഷിയുള്ള കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ശിങ്കാരിമേളം, നാടൻ പാട്ട്, ഡാൻസ്, കോമഡി, ഫിഗർ ഷോ എന്നീ പ്രോഗ്രാമുകൾ കോർത്തിണക്കി സ്റ്റേജ് പ്രോഗ്രാം ഏബിൾ ഏഞ്ചൽ ഷോ എന്ന പേരിൽ വിവിധ പള്ളികളിലും കോളേജുകളിലും സ്കൂളുകളിലുമായി നടത്തിവരുന്നു. ഇതിനോടകം 32 വേദികളിൽ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ രൂപീകരിക്കുന്നതിനായി ആരംഭിച്ച ട്രെയിനിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷവും ഡിസ്റ്റിങ്ഷനോടുകൂടി 100% വിജയം കൈവരിച്ചു എന്നത് സസന്തോഷം അറിയിക്കുന്നു. സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർക്കും റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസിനുമായി RCIയുടെ അംഗീകാരത്തോടെ പോപ്പോൾ മേഴ്സി ഹോം ട്രെയിനിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ നാഷണൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്തുത്യർഹമായ സേവനത്തിനു ശേഷം ഇവിടെ നിന്നും പുതിയ സേവന രംഗത്തേക്ക് സ്ഥലം മാറിപ്പോയ മദർ സിസ്റ്റർ ഗ്രേസി, സിസ്റ്റർ ജാൻസി, സിസ്റ്റർ ഷീന, സിസ്റ്റർ ഷൈനി, സിസ്റ്റർ ജെസി എന്നിവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും, പുതുതായി സേവന രംഗത്തേക്ക് കടന്നുവന്ന പോപ്പോൾ മേഴ്സി ഹോമിന്റെ സുപ്പീരിയർ സിസ്റ്റർ മേഴ്സി, സിസ്റ്റർ ജോസ്ഫീന, സിസ്റ്റർ റെജി, സിസ്റ്റർ മേരി, സിസ്റ്റർ ജിസി എന്നിവർക്ക് ആശംസകളും നേരുന്നു. കലാകായിക രംഗത്ത് അതിശയകരമായ മികവ് പുലർത്താൻ പോയ വർഷങ്ങളിൽ നമുക്ക് സാധിച്ചു. ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ അക്ഷീണം പരിശ്രമിച്ച പോപ്പോൾ മേഴ്സി ഹോമിന്റെ സാരഥി ബഹുമാനപ്പെട്ട ജോൺസൺ അന്തിക്കാട്ട് അച്ഛന്റെയും ബഹുമാനപ്പെട്ട അനീഷ് ചിറ്റിലപ്പള്ളി അച്ഛന്റെയും സിസ്റ്റേഴ്സിന്റെയും ഇവിടുത്തെ അധ്യാപക വൃന്ദത്തിന്റെയും സ്തുത്യർഹമായ സേവനമാണെന്നുള്ള കാര്യം ഏറെ സന്തോഷത്തോടെ സ്മരിക്കുന്നു. വളരെയേറെ ഉയർച്ചകൾക്കും നേട്ടങ്ങൾക്കുമിടയിലും നാം ഏവരെയും വേദനയിലാഴ്ത്തിക്കൊണ്ട് നമ്മിൽ നിന്നും വേർപിരിഞ്ഞുപോയ ഗോഡ്സൺ, PV ജോൺസൺ, അലി ശബ്രി TM, തോമസ് AO, പോൾസൺ MG, ഗ്രേസി എന്നീ വിദ്യാർത്ഥികളുടെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇന്നുവരെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി അനവരതം പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും പ്രത്യക്ഷമായും പരോക്ഷമായും സഹായഹസ്തങ്ങൾ നീട്ടിയ എല്ലാ സുമനസ്സുകളെയും നല്ലവരായ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും നന്ദിയോടെ ഓർക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു.